ലോകത്തെ സാമ്പത്തികമായി നിയന്ത്രിക്കുന്നത് സത്യത്തിൽ ആരാണ്? വിപണിയിൽ വൻ ശക്തിയായി വാഴുന്ന US ഡോളറാണോ അതോ യൂറോപ്യൻ യൂണിയന്റെ യൂറോയാണോ? നിങ്ങൾ അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുകയെന്നേ പറയാൻ സാധിക്കുള്ളൂ. ലോകത്തിലെ ഏറ്റവും ശക്തമായ അമേരിക്കൻ ഡോളറിനെയും യൂറോയെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഒരു ഏഷ്യൻ രാജ്യം പണത്തിന്റെ കാര്യത്തിൽ ലോക റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യൻ രൂപയെക്കുറിച്ച് തന്നെയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഉയർന്നേക്കാം. ഒരു ഡോളറിന് 80-85 ഇന്ത്യൻ രൂപ വേണ്ടേ? പിന്നെ എങ്ങനെയാണ് രൂപ ഡോളറിനെ തോൽപ്പിച്ചത് എന്നൊക്കെ. അവിടെയാണ് സാമ്പത്തിക വിദഗ്ധരെ പോലും ഞെട്ടിച്ച രഹസ്യമുള്ളത്. ഈ വിജയം വിനിമയ മൂല്യത്തിലല്ല, പകരം ലോകത്ത് ഇന്ന് ഉപയോഗത്തിലിരിക്കുന്ന സർക്കുലേഷനിലുള്ള ബാങ്ക് നോട്ടുകളുടെ എണ്ണത്തിലാണ്. വോള്യൂം ഓഫ് കറൻസി നോട്ട്സ് ഇൻ സർക്കുലേഷൻ എന്ന് പറയും. ഡോളറിനെയും യൂറോയെയും ബഹുദൂരം പിന്നിലാക്കി ഇന്ത്യൻ രൂപ ഇതിനകം ഒന്നാമതെത്തിയിരിക്കുന്നു. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ പേയ്മെന്റ് വിപ്ലവം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. തെരുവ് കച്ചവടക്കാർ മുതൽ വലിയ മാളുകൾ വരെ നമ്മൾ UPI വഴി QR കോഡ് സ്കാൻ ചെയ്ത് കോടാനുകോടി രൂപയുടെ ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുമ്പോൾ എങ്ങനെയാണ് രാജ്യത്ത് കറൻസി നോട്ടുകളുടെ അളവ് ഇത്രയും ഉയർന്നത്? സാമ്പത്തിക വിദഗ്ധർ ഇതിനെ വിളിക്കുന്നത് ദ ക്യാഷ് പാരഡോക്സ്, പണത്തിന്റെ വിചിത്രമായ വൈരുദ്ധ്യം എന്നാണ്. എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം? കൃത്യമായ ഡാറ്റകളിലൂടെ നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ ആഗോള ബാങ്കുകളെയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും കൃത്യമായ കണക്കുകളിലേക്ക് നോക്കാം. സമ്പദ് വ്യവസ്ഥയിലെ കറൻസിയുടെ അളവിനെ അളക്കാൻ 2 മാനദണ്ഡങ്ങളാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. വാല്യൂ ഓഫ് കറൻസി, പണത്തിന്റെ ആകെ സാമ്പത്തിക മൂല്യവും വോള്യൂം ഓഫ് കറൻസി, പ്രചാരത്തിലുള്ള നോട്ടുകളുടെ എണ്ണവും. മൂല്യത്തിൽ US ഡോളറാണ് മുന്നിൽ. എന്നാൽ ജനങ്ങൾ ദിവസേന കൈമാറുന്ന നോട്ടുകളുടെ ഭൗതികമായ എണ്ണത്തിൽ ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ മറ്റ് രാജ്യങ്ങളൊക്കെ ബഹുദൂരം പിന്നിലാണ്. യൂറോപ്യൻ യൂണിയൻ, യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ കണക്കനുസരിച്ച് 20ഓളം രാജ്യങ്ങൾ ഉൾപ്പെടുന്ന യൂറോ സോണിൽ ആകെ പ്രചാരത്തിലുള്ള ബാങ്ക് നോട്ടുകളുടെ എണ്ണം ഏകദേശം 3000 കോടിയാണ്. 30 തൊട്ട് 32 ബില്യൺ വരെ. US ഡോളർ ഫെഡറൽ റിസർവ് ബാങ്കിന്റെ ഡാറ്റ പ്രകാരം ആഗോളതലത്തിൽ വിതരണത്തിലുള്ള ഡോളർ നോട്ടുകളുടെ എണ്ണം ഏകദേശം 5000 കോടിയോളമാണ്, 50 to 55 ബില്യൺ. ഇനി നമുക്ക് ഭാരതത്തിന്റെ കണക്ക് നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വാർഷിക റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ മാത്രം വിതരണത്തിലുള്ള ആകെ കറൻസി നോട്ടുകളുടെ എണ്ണം എത്രയാണെന്നറിയാമോ? 13,000 കോടിയിലധികം, 130 ബില്യൺ. അതെ, അമേരിക്കൻ ഡോളറുകളുടെയും ആഗോള നോട്ടുകളുടെ എണ്ണം കൂട്ടിവെച്ചപ്പോലും അതിനേക്കാൾ ഇരട്ടിയിലേറെ കറൻസി നോട്ടുകളാണ് ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ മാത്രം കറങ്ങിത്തിരിയുന്നത്. 2016 നോട്ട് നിരോധനം വന്നപ്പോൾ ക്യാഷ്ലെസ് എക്കണോമി ഉണ്ടാക്കുന്ന പ്രധാന ലക്ഷ്യമായിരുന്നു നമുക്ക്. തുടർന്ന് NPCI വികസിപ്പിച്ചെടുത്ത UPI കടന്നു വന്നു. ഇന്ന് ഇന്ത്യയിൽ പ്രതിമാസം 1300 കോടിയിലധികം UPI ഇടപാടുകൾ നടക്കുന്നുണ്ട്. ലോകത്തിലെ മൊത്തം റീറ്റെയിൽ ഡിജിറ്റൽ പേയ്മെന്റുകളുടെ 46% നടക്കുന്നത് ഇന്ത്യയിലാണ്. എന്നാൽ ഇവിടെയാണ് വൈരുദ്ധ്യം. 2016 നോട്ട് നിരോധന സമയത്ത് ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ആകെ പണം ഏകദേശം 17.9 ലക്ഷം കോടി രൂപയായിരുന്നുവെങ്കിൽ ഇന്ന് RBIയുടെ കണക്കനുസരിച്ച് അത് 40 ലക്ഷം കോടി രൂപയ്ക്കും മുകളിലാണ്. ഡിജിറ്റൽ പേയ്മെന്റുകൾ റോക്കറ്റ് വേഗത്തിൽ കുതിച്ചുയരുമ്പോഴും രാജ്യത്തെ കറൻസി നോട്ടുകളുടെ അളവ് കുറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇരട്ടിയിലധികമായി വർദ്ധിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ ഇപ്പോഴും കറൻസിയെ പിടിവിടാത്തത്? ഇതിന് പിന്നിൽ 5 പ്രധാനപ്പെട്ട സാമ്പത്തിക സാമൂഹിക കാര്യങ്ങളുണ്ട്. ഒന്ന്, GDP വളർച്ച. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ്. സാമ്പത്തിക രംഗം വലുതാകുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ കറൻസി വിപണിയിൽ ആവശ്യമായി വരുന്നുണ്ട്. 2, പണപ്പെരുപ്പം. സാധനങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ ദൈനംദിന ആവശ്യങ്ങൾക്ക് കൂടുതൽ തുക കൈവശം വെക്കേണ്ടി വരികയാണ്. ഇനി 3ാമത്തെ കാരണം മുൻകരുതൽ പണമാണ്. അതായത് അടിയന്തര ഘട്ടങ്ങളിൽ, അതായത് മെഡിക്കൽ എമർജൻസി, നെറ്റ്വർക്ക് ഔട്ടേജസ്, ഇതിനൊക്കെ ഉപയോഗിക്കാനായി ഭാരതീയ കുടുംബങ്ങൾ കുറച്ച് പണം വീടുകളിൽ ലിക്വിഡ് ക്യാഷായി സൂക്ഷിക്കുന്ന ഒരു ശീലമുണ്ട്. ഇനി 4ാമത് കുറഞ്ഞ മൂല്യമുള്ള നോട്ടുകൾ. 2000 രൂപയുടെ നോട്ടുകൾ RBI പിൻവലിച്ചതോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നോട്ട് 500 രൂപയുടേതാണ്. വലിയ തുകകൾ കൈമാറാൻ കൂടുതൽ നോട്ടുകളാണ് വേണ്ടി വരുന്നത്. ഇത് നോട്ടുകളുടെ ആകെ എണ്ണം വർദ്ധിക്കാൻ കാരണമായി. 5, അസംഘടിത മേഖല. കൃഷി, ദിവസ വേതനങ്ങൾ, ഗ്രാമീണ വിപണികൾ എന്നിവയിൽ ഇപ്പോഴും നേരിട്ടുള്ള പണമിടപാടുകൾക്ക് ആണ് മുൻഗണന. കറൻസി അച്ചടിക്കാനുള്ള കോടിക്കണക്കിന് രൂപയുടെ ചെലവ് കുറയ്ക്കാൻ RBI കൊണ്ടുവന്ന പുതിയ സംവിധാനമാണ് CBDC അഥവാ ഡിജിറ്റൽ റുപ്പി അഥവാ ഇ-റുപ്പി. ഇത് UPI അക്കൗണ്ടിലുള്ള പണമല്ല, മറിച്ച് പേപ്പർ നോട്ടിന്റെ അതേ ഡിജിറ്റൽ രൂപമാണ്.
ഇന്റർനെറ്റ് ഇല്ലാതെ പോലും വാലറ്റ് വഴി പണം കൈമാറാൻ ഇതിലൂടെ സാധിക്കും. അതേസമയം റഷ്യ, UAE തുടങ്ങി 20-ലധികം രാജ്യങ്ങളുമായി ഇന്ത്യ സ്വന്തം രൂപയിൽ നേരിട്ട് വ്യാപാരം നടത്താൻ കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ആഗോളതലത്തിൽ ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടി അഥവാ ഡോളറൈസേഷന് വേണ്ടി ഇന്ത്യക്ക് സാധിക്കുന്നുമുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച ഡിജിറ്റൽ പേയ്മെന്റ് ശൃംഖലയുള്ള ഇന്ത്യയിൽ ഭൗതികമായ കറൻസി നോട്ടുകളുടെ ലഭ്യത ഉറപ്പാണ്. സാങ്കേതിക തകരാറുകൾ ഉണ്ടായാൽ പോലും നിശ്ചലമാകാത്ത സാമ്പത്തിക സുരക്ഷയാണ് ഇന്ന് ഇത് ഭാരതത്തിന് നൽകുന്നത്. നിങ്ങൾ ദിവസേന UPI ആണോ അതോ കറൻസി നോട്ടുകളാണോ സത്യത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്? ഞാൻ ഡിജിറ്റൽ പേയ്മെൻ്റ് ആണ് അഥവാ UPI ആണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകൾക്ക് ഈ അറിവ് നൽകാനായി ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.